തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ നല്ല ചിന്താശക്തി ഉള്ളവരാണ്. അതുമാത്രമല്ല ഇവരുടെ കാഴ്ചപ്പാടും വളരെ വലുതായിരിക്കും. ആത്മാർത്ഥതയുണ്ടാവും, നല്ല പ്യുവർ ആയിട്ടുള്ള സ്നേഹവും ഇവർക്ക് ഉണ്ടാവും. പക്ഷെ ഇടയ്ക്കിടെ ഇവർക്ക് ഓരോരോ മെന്റൽ ഫ്ലക്ച്വേഷൻ എന്തായാലും ഉണ്ടാവും. ഈ കഴിഞ്ഞ ജൂലൈയിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് വർക്ക് ലോഡ് എന്തായാലും ഉണ്ടാവും. വീട്ടില് അച്ഛനായിട്ട് എന്തായാലും ചിലവര് അടി കൂടിയിട്ടുണ്ടാവും. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിയിട്ട് സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് ജൂലൈയിൽ ചിലപ്പോൾ പ്രശ്നമായിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രെസ് കൂടിപ്പോയി, ഉറക്കവും കമ്മിയായിപ്പോയി. അതുകൊണ്ട് ആഗസ്റ്റ് മാസത്തിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ശമ്പളം കിട്ടുകയാണെങ്കിൽ അതിലൊരു 65% നിങ്ങൾ ആദ്യം തന്നെ സേവിങ്സിലേക്ക് മാറ്റണം. വേറൊന്നും ചിന്തിക്കരുത്. 65% സേവിങ്സിലേക്ക് നിങ്ങൾ മാറ്റി വെച്ചോളൂ. അത് അവിടെ കടന്ന് വളർന്നോളും. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ എക്സ്പെൻസ് ആയിരിക്കും ആദ്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ഈ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്തായാലും സഹപ്രവർത്തകരോ മറ്റുള്ളവരെ എന്തായാലും വാഴ്ത്തും. നിങ്ങൾ ഗവൺമെന്റ് ജോബിലാണെങ്കിൽ നിങ്ങൾ ജോലിയിൽ എന്തായാലും കുറച്ച് നന്നായി ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയിട്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. ഫ്രീലാൻസ്, ക്രിയേറ്റേഴ്സ്, ഡിസൈനേഴ്സ്, റൈറ്റേഴ്സ് ഇങ്ങനെയുള്ളവർക്ക് എന്തായാലും ആഗസ്റ്റ് മാസം നന്നായിരിക്കും. ആഗസ്റ്റ് 18 വരെ നിങ്ങൾ എന്തായാലും ഹൈ റിസ്ക് ബിസിനസ്സിൽ എടുക്കരുത്. ഇപ്പോൾ ഉള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സായിട്ട് നല്ല ലോഹ്യത്തിലാണെങ്കിൽ ആ വഴിക്ക് നിങ്ങൾക്ക് എന്തായാലും വർക്ക് വരുന്നതാണ്. അതുപോലെ മാർക്കറ്റിംഗ് ചെയ്യുന്നതിലും ശ്രദ്ധിക്കണം. അത് കറക്റ്റ് സ്റ്റഡി ചെയ്തിട്ട് മാത്രം മാർക്കറ്റിംഗ് ചെയ്യുക. മറ്റുള്ളവർ പറയുന്ന കേട്ട് എടുത്ത് ചാടിയിട്ട് മാർക്കറ്റിങ്ങിൽ പൈസ കളയരുത്. നിങ്ങൾക്കൊരു മെന്റൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക. അത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ അത് റിസർച്ച് ചെയ്ത് കണ്ടെത്തുക. പഠിക്കുന്ന സ്റ്റുഡൻസിന്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ലോ സ്റ്റുഡൻസിന് എന്തായാലും ഓഗസ്റ്റ് 2nd വീക്കിന് ശേഷം നല്ല കോൺസെൻട്രേഷൻ കമ്മിയായിരിക്കും. കോമ്പറ്റേറ്റീവ് എക്സാം എന്തായാലും നല്ല ഗുണം ചെയ്യും. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ഔട്ട്കം തന്നെ ആയിരിക്കും. സാമ്പത്തികമായിട്ട് ആഗസ്റ്റ് 22 വരെ ഒന്നും ചെലവാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു സാധനവും പർച്ചേസ് ചെയ്യാതെ നിങ്ങൾ ആഗസ്റ്റ് 22 കുറച്ച് ടൈം കൂടുതലാണ്, അങ്ങനെ മിക്കവർക്കും പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അതിന് സാധിച്ചാൽ നിങ്ങൾ ഭാവിയിൽ എന്തായാലും കോടീശ്വരന്മാരാവും. ഒരു ആഗസ്റ്റ് 14 വരെ നിങ്ങളുടെ പർച്ചേസ് നീട്ടിയാലും കൂടി നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരുത്താൻ നിങ്ങൾക്ക് കഴിയും. 22-ാം തീയതി വരെ നിങ്ങൾ കൊണ്ടുപോയി നോക്കൂ, ഗുണം ചെയ്യും. അതുപോലെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഷൈൻ ചെയ്യാനോ വെള്ളം അടിക്കാനോ നിങ്ങൾ ഒരിക്കലും പൈസ ചെലവാക്കരുത്. ഇല്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറുക. നിങ്ങളുടെ ഗ്രൂപ്പിൽ, നിങ്ങളുടെ ഗ്യാങ്ങിൽ വേണമെച്ചാൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയായിരിക്കും. പക്ഷെ പൈസ നിങ്ങളുടേതാണ്. അവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാനോ അവരുടെ കൂടെ നിൽക്കാനോ പൈസ ചെലവാക്കരുത്. ലോട്ടറി, ചീട്ടുകളി, ഗാംബ്ലിംഗ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും നിങ്ങൾ പൈസ ഇടരുത്. ആഗസ്റ്റിൽ മാത്രമല്ല, പരമാവധി ഇടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. വർക്കിംഗ് സ്ഥലത്ത് കൂടെയുള്ളവർ ചിരിച്ചും കൊണ്ട് ചതിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആരെയും വിശ്വസിക്കരുത്. നിങ്ങളുടെ സൽപ്പേര് പരമാവധി അവർ തകർക്കാൻ നോക്കും. കൂടെയുള്ളവരല്ല, മൊത്തത്തിലൊരു തകർക്കാൻ നോക്കലുണ്ടാവും. അതും കൊണ്ട് ഒരു കാര്യം ആരുടെ അടുത്തും പറയാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. സിബ്ലിങ്സ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ കഴിയും. അച്ഛനും അമ്മയൊക്കെ ആയിട്ട് എന്തായാലും പഴയ ഒരു കോൺവെർസേഷൻ, പഴയ കാര്യങ്ങൾ, നൊസ്റ്റാൾജിക് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു ഇമോഷണൽ ബോണ്ട് കിട്ടും. അതൊക്കെ നന്നായിട്ട് തന്നെ സംസാരിക്കുക. പരമാവധി മധുരം അവോയ്ഡ് ചെയ്യുക. ഓയിലി ഫുഡും അവോയ്ഡ് ചെയ്യുക. അത് രണ്ടും നിങ്ങൾക്ക് ദോഷം ചെയ്യും. ആഗസ്റ്റ് 15 ശേഷം നിങ്ങൾക്ക് എന്തായാലും ഒരു മെന്റൽ ക്ലാരിറ്റി എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ ലക്കി നമ്പർ 7 അതുകൊണ്ട് എപ്പോഴും ആ ഒരു രീതിയിൽ സഞ്ചരിക്കുക. ലക്കിയുടെ 3, 12, 21 അത് മാത്രമല്ല ആഗസ്റ്റ് 10, 21 ഭയങ്കര ചലഞ്ചിങ് ഡേ ആണ്. ഈ ദിവസം വായിച്ച ലീവ് എടുത്തിട്ട് മിണ്ടാണ്ട് എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ഈ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുക.